ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലത്തെ കുക്കിയുടെ ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ ഫുഡ് എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഞാനപ്പോൾ ഇവൾക്ക് ഓരോ പ്രാവശ്യവും ഓരോ ടൈപ്പ് ഫുഡാണ് കേട്ടോ വാങ്ങിക്കാറ്. ഫസ്റ്റൊക്കെ നമ്മൾ എന്താ അതിൻ്റെ പേരായിരുന്നത്, ബോണാസിബോ. അപ്പോൾ ബോണാസിബോ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല ന്യൂട്രീഷൻ ഫുഡാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് വാങ്ങിച്ചത് കേട്ടോ. മുമ്പൊക്കെ ഫേസിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൂപ്പി അവർക്കെല്ലാം RC ആണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മളത് മാറ്റി. കഴിഞ്ഞ പ്രാവശ്യം ബോണാസിബോ ലാംബ് ആൻഡ് റൈസ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് ഡ്രൂൾസിൻ്റെ ഫോക്കസ് ആണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ഫുഡാണെന്നുള്ളതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫുഡ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡ്രൂൾസ് ഒരു 15 kg ചാക്കാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ രാവിലെ ഒരു കപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ഒരു സെക്കൻഡേ. അപ്പോഴുണ്ടല്ലോ ഞാനിങ്ങനെ ഇതൊരു ടിന്നിലേക്ക് ഇട്ട് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു പാത്രം കണ്ടോ, ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രമാണ് എടുക്കുക. അപ്പോൾ ആ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുതിർത്താൻ വയ്ക്കും. അപ്പോൾ കുതിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇത്ര വലുതായിട്ട് വരും കേട്ടോ. അതിനുശേഷം ഇത് നമ്മളുടെ ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ഫുൾ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഞാൻ വാങ്ങിക്കാറ് ഈ ഷവർമ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും. അതിന് 100 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ഞാൻ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ കുക്കിക്ക് ഞാൻ ഇന്നാൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. കുക്കി ഇന്നാൾ കൂടിൻ്റെ അവിടെ, ഞാനത് കൂടിൻ്റെ അവിടെ എത്തുമ്പോൾ കാണിക്കാം. അപ്പോഴേ കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ കേട്ടോ. കൂടിൻ്റെ അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് തട്ടിയിട്ട് അവളുടെ വയറിൻ്റെ അടിഭാഗം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തായി എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മളുടെ കുക്കിയുടെ കൂടിരിക്കുന്നത്. രാവിലെ വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ പോയതാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് കുക്കി. അപ്പോൾ കുക്കി ചെറുതായിരുന്ന സമയത്ത് ഇതുപോലെ മെഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിപ്പോവായിരുന്നു. അപ്പോൾ ഈ മെഷിൻ്റെ അറ്റത്ത് അവർ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കമ്പി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ തട്ടിയിട്ടാട്ടോ കുക്കിയുടെ മേല് മുറിഞ്ഞത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ കൊടുക്കട്ടെ. അവളുടെ ദേഹം മുറിഞ്ഞതിൻ്റെ അപ്ഡേറ്റ് ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കോളർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മുറിവ് ഉണങ്ങും തോറും സ്റ്റിച്ചിൻ്റെ അവിടെ ഡ്രൈനെസ് കാരണം ചൊറിച്ചിലും ഇതൊക്കെ തോന്നും. പിന്നെ അവർക്കത് മാന്തി പൊട്ടിച്ച് കളയാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ, അങ്ങനെ ചെയ്യാതിരിക്കാൻ, മരുന്നൊന്നും ലീക്ക് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോളർ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോളറിന് 450 rupees അങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ ഒന്ന് കൊടുക്കട്ടെ. ഇവിടെ 2 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ വെള്ളവും ഒരെണ്ണത്തിൽ ഫുഡാണ് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട്.